സംസ്ഥാനത്ത് പരക്കെ മഴ. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യത. ഇപ്പോൾ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ചക്രവാത ചുഴി തീവ്ര മഴയ്ക്ക് കാരണമാവുകയാണ്. ഡീറ്റെയിലായി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ മണിക്കൂറുകളായി കനത്ത മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും നാളെ വരെ മത്സ്യബന്ധനം വിലക്കിയിരിക്കുകയാണ്. രാവിലെ മുതൽ സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ 2 മണിയോടെ തുടങ്ങിയ മഴയാണ് നഗര ഗ്രാമീണ പ്രദേശങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്നത്. അതിശക്തമല്ലാത്തതിനാൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നഗരത്തിൽ പതിവായി വെള്ളം പൊങ്ങുന്ന ഇടങ്ങളിലും സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. എന്നാൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പൗണ്ട് കടവ്, പുളിമുട്ടത്ത്, തെറ്റിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ മുൻകരുതലായി 4 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. നവകേരള സദസ്സ് നടക്കുന്ന പത്തനംതിട്ടയിൽ രാവിലെ മുതൽ കനത്ത മഴയാണ്. കൊല്ലത്തും ഇടുക്കിയിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയാണ് മഴ കനക്കാൻ കാരണം. നാളെയും സംസ്ഥാന വ്യാപകമായ മഴ തുടർന്നേക്കുമെന്നാണ് അറിയിപ്പ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടായാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലനിൽക്കുന്നത്.